എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ താങ്കൾ പിന്മാറിയല്ലോ അല്ലേ? ഈ പകുതിയായിട്ട് കുറച്ചു എന്നതിൽ നിന്ന് താങ്കൾ പിന്മാറിയല്ലോ. എന്തായാലും ഞാൻ എവിടെ പിന്മാറി? എന്നാൽ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അല്ല, ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. സംസ്ഥാന ധനമന്ത്രി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണോ ഈ കേന്ദ്ര നികുതി വിഹിതത്തിൽ കുറവ് വരുത്തിയത് കേന്ദ്ര സർക്കാർ? ആ ഒറ്റ ചോദ്യത്തിനുള്ള മറുപടിയെ താങ്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ല, നിങ്ങള് ആ ചോദ്യം എന്നോട് മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുന്നത്. ഇല്ലല്ല, ഞാൻ ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചത് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അല്ല ഇത് കേട്ടല്ല, അതൊന്നും അല്ല, ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുന്നത്. കൃത്യമായ രീതിയിൽ ആ ബഡ്ജറ്റ് അവതരണത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനകൾ പരസ്യമായിട്ട് ഇതിനകത്ത് പ്രസ്താവിച്ചതാ. അന്ന് ഇടതുപക്ഷ എം പിമാർ കൈ ഉയർത്തി അതിനെതിരെ പ്രതികരിച്ചു. കേരളത്തിൽ ഒറ്റ കോൺഗ്രസിന്റെ എം പി പോലും കേരളത്തിന്റെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണോ കേന്ദ്ര നികുതി വിഹിതത്തിൽ ഇങ്ങനെ ഒരു വെട്ടിക്കുറയ്ക്കൽ കേന്ദ്രം നടത്തിയത് എന്ന ഒറ്റ ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനുള്ള ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോൾ മറുപടി താങ്കൾ പറയുമോ എന്നാണ്. അതിനുശേഷവും വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇത് തരക്കെടില്ലല്ലോ. 8600 രൂപ GST വീതം കിട്ടാനുള്ളത് ഈ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കാര്യമാണ്. അതിൽ GST ഉൾപ്പെടുകയില്ല. ഞാൻ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അവതരിപ്പിച്ചിരുന്നു. കേന്ദ്ര നികുതി വിഹിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിട്ടുണ്ടോ? താങ്കൾ പറഞ്ഞു പകുതിയായി കുറച്ചെന്ന്. ഞാൻ വളരെ വസ്തുതയല്ലേ? അതല്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, 19,600 രൂപ ഒറ്റ കാരണത്തിൽ ഒരു വർഷം 1.92% കേന്ദ്ര നികുതി വിഹിതം കേരളത്തിന് അവകാശപ്പെട്ടു വന്നത് അത് ഇന്നും ഇന്നലെയുമല്ല. 2021 മുതൽ 2026 വരെ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു. അങ്ങനെ ആയിരിക്കും. 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അത് അങ്ങനെയാണ്. അത് 2021 മുതൽ അങ്ങനെയാണല്ലോ. തെറ്റിദ്ധരിപ്പിക്കരുത്. കേന്ദ്രത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചത് ഈ വർഷമാ. മഞ്ജുഷുമാര് 3 വർഷം മുമ്പ് വെട്ടിക്കുറയ്ക്കലുണ്ടായത് ഈ വർഷമാണോ അങ്ങനെ ഒരു വെട്ടിക്കുറയ്ക്കലുണ്ടായത്? ചർച്ചയിൽ മുഴുവനും മഞ്ജുഷി ചർച്ചയിൽ ഉടനീളം വളരെ ദയനീയമായിട്ട് BJP-ക്കാരേക്കാൾ മേലെ BJP-യുടെ വക്താവായിട്ടാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാ. ഞാനെന്തിനാണ് BJP വക്താവുന്നത്? ഞാൻ കണക്കുകൾ വെച്ചാണ് സംസാരിക്കുന്നത്. താങ്കൾ മുഖ്യമന്ത്രി 57,400 കോടി സംസ്ഥാനത്തിന് കുറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ വെട്ടിക്കുറച്ചെന്ന് കണക്കേ ഇല്ല. നിങ്ങൾ കേരളത്തെ തകർക്കാൻ വേണ്ടി മാത്രം ഈ ചർച്ചയ്ക്ക് ആളുകളെ വിളിക്കുന്നതാണ്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? കേരളത്തിലെ സ്വന്തം നാടിനെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ടോ? നിങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് ചരിത്രം 2021 ഉണ്ട്. ശരി, 2021 പോകേണ്ട. അത് അമിതമായ ആത്മവിശ്വാസമാണ്. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീമതി മേരി ജോർജ്, ഈ വർഷം അങ്ങനെ ഒരു നികുതി വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിട്ടുണ്ടോ? ഈ വർഷം അതായത് എന്റെ മഞ്ജുഷേ, പറഞ്ഞിട്ട് എന്താ കാര്യം? പറയാൻ സമയം പോലും കിട്ടുന്നില്ലല്ലോ. ഒരാൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതായത് ഈ വർഷം ഉണ്ടായ നികുതി വെട്ടിപ്പെന്ന് വെച്ചാൽ ഇത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നികുതി വെട്ടിപ്പിന്റെ തോത് എത്രയാണെന്ന് നമുക്കറിയണമെങ്കിൽ ഈ വർഷം അവസാനമാകണം. കണക്കുകൾ പുറത്തു വരണം. കഴിഞ്ഞ വർഷം നടന്ന നികുതി വെട്ടിപ്പിന്റെ തോതാണ് CAG പുറത്തു വിട്ടത് 22,258 കോടിയുടെ നികുതി വെട്ടി. അതായത് നികുതി കുടിശ്ശിക പിരിക്കാത്തത്, വെട്ടിയിലല്ല, നികുതി വെട്ടിപ്പിന്റെ തോതാണെങ്കിൽ അതായത് അത് അറിയണം എന്നുണ്ടെങ്കിൽ IGST വകുപ്പിനോട് ചോദിക്കണം. അറിയില്ല, അത് ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം. എത്രയാണ് IGST കിട്ടിയോ? അതായത് നമ്മൾ ബജറ്റ് ഡോക്യുമെന്റ് എടുത്തു നോക്കി IGSTയുടെ ആ ഒരു ലൈനില് മുഴുവൻ വെറുതെ 000 എന്ന് പറഞ്ഞ് ബ്ലാങ്ക് ഇട്ടിരിക്കുക. 0 ഇട്ടിട്ടില്ല, ബ്ലാങ്ക് ഇട്ടിരിക്കുക. എന്ന് വെച്ചാൽ IGST പിരിച്ചെടുത്തതിനെ പറ്റി പ്രത്യേക കണക്കുകൾ സംസ്ഥാനത്തിന്റെ കയ്യിലില്ല. അങ്ങനെയൊക്കെ വഴിയില്ലോ. അല്ല, അതുപോലെ തന്നെ അതായത് നമുക്ക് കിട്ടേണ്ട GST കോമ്പൻസേഷൻ 2022 ജൂലൈയിൽ നിന്നതാണ്. അതിനുശേഷം GST കോമ്പൻസേഷൻ ഇല്ല.
നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ? ഒരൊറ്റ ചോദ്യം മറുപടി പറഞ്ഞാൽ മതി. നമുക്കൊരു കുടിശ്ശിക തരാനുണ്ട്. അത് ശ്രീ ബാലഗോപാൽ പറയുന്നു കണക്കുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ സീതാരാമൻ അന്ന് പറഞ്ഞു അത് മാസങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം അത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വെച്ചാൽ കൊടുത്ത കണക്കുകൾ ശരിയായിരിക്കില്ല. ഇപ്പൊ മിസ്റ്റർ റെജി ലൂക്കോസ് പറഞ്ഞില്ലേ നെല്ലിന്റെ കണക്ക് കൊടുത്തു എന്നിട്ട് പൈസ കിട്ടുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയാതെ എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ബാലഗോപാൽ എന്ന് പറഞ്ഞ മന്ത്രി ഡൽഹിയിൽ പോയി ഇത് ബോധ്യപ്പെടുത്തി ക്ലിയർ ചെയ്ത് പത്രസമ്മേളനം നടത്തുക. ഇപ്പൊ ടീച്ചറെ സമ്മതിക്കുന്നു, പിന്നെ അതിനൊരു കാരണം കണ്ടെത്തുന്നു. അതൊരു പറഞ്ഞേ ബഹുമാനപ്പെട്ട ടീച്ചറെ. ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ ടീച്ചറിന് സമ്മതിക്കേണ്ട വന്നല്ലോ, ഉണ്ടോ ഇല്ലെന്നോ ടീച്ചർ പറയാനുണ്ട്. എന്നാ പിന്നെ അത് ഈ ചർച്ചയിലൊക്കെ പറഞ്ഞാൽ പോരെ ടീച്ചറെ? വെറുതെ എന്തിനാണ് ഇതുപോലെ സപ്പോർട്ടീവ് ഫാക്ടറായിട്ട് ഒരു പർട്ടിക്കുലർ കക്ഷിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത്? മഞ്ജുഷ ഞാൻ എഴുന്നേറ്റ് പോകും കേട്ടോ, എനിക്ക് ക്ഷമ കെട്ടുന്നു. അല്ല ടീച്ചർ പറഞ്ഞോളൂ എന്താണ് ക്ഷമ കെടാൻ കാരണം? ഈ GST നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ശരിയാണല്ലോ ബാലഗോപാൽ പറഞ്ഞത്. അത് കണക്ക് കൊടുത്തത് ശരിയായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കണക്ക് കിട്ടാത്തത്. അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ എന്തിനാണ് കേരളത്തോട് മാത്രം ഏതാനും എനിക്ക് തന്നെ ഉറപ്പായില്ല ടീച്ചർ എനിക്ക് വയ്യ. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് എന്നെ എന്റെ സംസ്കാരം മാറ്റിക്കല്ലേ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലോ മോനെ. പ്ലീസ്, നിങ്ങൾ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുക കലപില ഭ്രാന്തന്മാരെ പോലെ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങള്. താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഇപ്പോൾ എന്താണ് ഇവിടെ ഉയർന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്? ഇവിടെ ഉയർന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ധൂർത്താണോ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം, അതോ കേന്ദ്രം സഹായിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ കേന്ദ്രം ഈ സാമ്പത്തിക അതിക്രമം കാണിക്കുന്നത് കൊണ്ടാണോ? ഇതാണല്ലോ അവിടെയും ഇവിടെയുള്ള തർക്കം വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്രം അതിക്രമം കാണിക്കുന്നത് കൊണ്ടാണ്, സാമ്പത്തിക അതിക്രമം കാണിക്കുന്നത് കൊണ്ടാണെന്ന്. എതിരെയുള്ള വിമർശനം എന്ന് പറയുന്നത് ഈ ധൂർത്താണെന്ന്. ടീച്ചർ എന്തായാലും ധൂർത്തിന്റെ കൂടെയാണല്ലോ. അതെ, ഞാൻ തീർച്ചയായിട്ടും ധൂർത്തിന്റെ കൂടെയാണ്. ധൂർത്തിന്റെ കൂടെയും കഴിവ് കേടിന്റെ കൂടെയും. അതായത് പിന്നെ നാണക്കെടുത്തി ഇത് നികുതി പിരിച്ചെടുക്കാൻ കഴിവില്ല, നികുതിയേതര വരുമാനം പിരിച്ചെടുക്കാൻ കഴിവില്ല. ഒറ്റയ്ക്ക് പറഞ്ഞാൽ വിഭവ സമാഹരണത്തിൽ ഈ ഗവൺമെന്റ് അട്ടർ ഫെയിലിയർ ആണ്. 2018 മുതലുള്ള സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതിനെപ്പറ്റി ഒരൊറ്റ മറുപടി പറയാൻ പോലും റെജി ലൂക്കോസ് ഇവിടെ തയ്യാറല്ല. എന്തുകൊണ്ടാണ് റെജി അങ്ങനെ? ഇതേ സ്പോൺസർമാരുടെ കയ്യിൽ നിന്നാണല്ലോ ഈ GST പിരിക്കേണ്ടത്. അവിടെ ചെന്ന് നെഞ്ചുയർത്തി നിൽക്കുവാൻ പറ്റുമോ ഈ GST ഉദ്യോഗസ്ഥന്? പറ്റുമോ? കേന്ദ്രം തരുന്നില്ല GST നഷ്ടപരിഹാരം എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടുന്ന് ഇനി അങ്ങോട്ട് GST നഷ്ടപരിഹാരമേ ഇല്ല കേട്ടോ. 5 വർഷത്തെ കാലാവധി അവസാനിക്കുകയാണ്. ഇനി ആ നഷ്ടപരിഹാരം പ്രതീക്ഷിക്കേണ്ട ഇനി മുതൽ. എന്ത് നേടാ കുറെ നേരമായല്ലോ. അല്ല, 1 രൂപ പോലും തരത്തില്ല. അത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അത് 5 വർഷത്തേക്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനും ഇനി കേരളത്തിന്റെ ഒരു തർക്കമുണ്ടോ? അവതരിപ്പിച്ചായിരുന്നു, അത് കേട്ടായിരുന്നോ? ധൂർത്തിനെ കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഇന്ന് പുറത്തു വന്നൊരു കണക്ക് ഞാൻ അവതരിപ്പിച്ചായിരുന്നു, അത് കേട്ടായിരുന്നോ? കേരളം എവിടെ ധൂർത്തെന്നാ പറയുന്നത്? കേരളത്തിന് നാളെയുടെ ഒരു നിശ്ചയമായിട്ട് ഓൾമോസ്റ്റ് ഏതാണ്ട് 99% ആൾക്കാരും രാഷ്ട്രീയത്തിനും മറ്റെല്ലാത്തിനും അതീതമായിട്ട് കൈയടിച്ച് പിന്തുണച്ച ജനം ഒഴുകിയെത്തിയ കേരളീയൻ ധൂർത്താണെന്ന് പറഞ്ഞ നിങ്ങളാണ് കേരളത്തിന്റെ ഒന്നാമത്തെ ശത്രുക്കൾ. കേരളത്തിന് ലോകത്തിന് മുമ്പിൽ മാർക്കറ്റ് ചെയ്ത, കേരളത്തിന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച നാളുകളുടെ പ്രതീക്ഷകള്, കേരളത്തിലേക്ക് നിക്ഷേപങ്ങളും ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഒഴുകിയെത്താൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന് അവതരിപ്പിച്ചതിനെ നിങ്ങൾ ആക്ഷേപിച്ച നിങ്ങളാണ് ഒന്നാമത്തെ കേരളത്തിന്റെ ശത്രുക്കള്. ഇനി ആരാ ധൂർത്ത് കാണിച്ചത്? പറയൂ. 27 കോടി രൂപ, 1,36,000 കേരളത്തോട് വരുമാനമുള്ള കേരളത്തിന് വേണ്ടിയിട്ട് 27 കോടി രൂപ ഇപ്പൊ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
അവർ നേരത്തെ തന്നെ അയാൾ ക്ഷമിച്ച് പിടിച്ച് എഴുന്നേൽപ്പിച്ച് വിട് അവിടുന്ന്. പരാതി പറഞ്ഞതാ. ഞാനൊരു DIG ആണ്. ആ നിക്ഷേപത്തിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയെ 10,000-കണക്കിന് ജനങ്ങളെ ഒഴുകിയെത്തിയ കേരളത്തിലെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച, ലോകത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കേരളീയത്തിനെ നിങ്ങൾ ആക്ഷേപിച്ചത് നിങ്ങൾ കേരളത്തിനോട് കാണിച്ച ഏറ്റവും വലിയ അപമാനം. സോറി, പുള്ളിക്ക് ലേശം സുഖമില്ലാത്ത ആളാണ്. കേരളത്തിലെ സ്പോൺസർമാർ ആരൊക്കെയായിരുന്നു അക്കാര്യം പുറത്തുവിടുമോ? അല്ല, ഏതെല്ലാം സ്പോൺസർമാരിൽ നിന്ന് പണം പിരിച്ചതിന്റെ മികവിന് വേണ്ടിയാണ് GST പിരിക്കേണ്ട ഉദ്യോഗസ്ഥനെ കേരളീയം ചടങ്ങിൽ ആദരിച്ചത്? ഇക്കാര്യങ്ങൾക്ക് റജി ലൂക്കോസ് മറുപടി പറയുമോ? സ്പോൺസർമാരുടെ കാര്യം താങ്കൾ പറയണ്ട, കാരണം അത് രഹസ്യമാക്കി വെച്ചേക്കുകയാണ്. പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ അല്ലല്ല GST പിരിക്കേണ്ട ഉദ്യോഗസ്ഥൻ സ്പോൺസർഷിപ്പ് പിരിച്ചത് അത് ശരിയാണോ? അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? എന്നിട്ട് പറയുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ്. 44% GST മൂലമുള്ള വരുമാനം വേണ്ട സംസ്ഥാനത്താണിത്. ബജറ്റ് എസ്റ്റിമേറ്റ് 44% GST വരുമാനമാണെന്ന്. സ്പോൺസർമാരെ ആദരിക്കും. നിങ്ങൾ മനസ്സിലാണ്ടാണോ നിങ്ങൾ ടെലികാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആണോ? കേരളത്തിൽ എവിടെയെല്ലാം ഏതെല്ലാം പരിപാടികൾ സ്പോൺസർഷിപ്പ് ചെയ്യും, ആ സ്പോൺസർമാരെന്ന് പറയുന്ന അവർ മനസ്സിലോടുകൂടി ചെയ്യുന്നതാണ്. അതും ഒരു വിപണിയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് വിപണിയാണ്. എന്തെല്ലാം ആനുകൂല്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം, എന്തെല്ലാം ആനുകൂല്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. ഇവിടുത്തെ ഏതെല്ലാം സർക്കാരിന്റെ പരിപാടികൾ പരസ്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ പോകാതെ അവസ്ഥ പ്രതിഷേധം കൊണ്ട് സാമ്പത്തിക എന്റെ അടുത്ത് അങ്ങനെ തന്നെയാണ് കൃത്യമായ മേലിലെ ഇതുപോലുള്ള റാസ്കൽസിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നെ വിളിക്കരുതെന്ന്. ഒരു വിവരവുമില്ല, പറയണത് മുഴുവൻ തെറ്റാണ്. എന്നിട്ട് അവനെ വെച്ച് അവന്റെ കൂടെ ഇരുന്നോണ്ട് എന്റെ ഒരു ഈവനിങ് വെറുതെ പോയി. എനിക്ക് എന്തുമാത്രം എഴുതാനുള്ളതായിരുന്നു അറിയാമോ? നിങ്ങൾ ആരാണെന്നുള്ളത് കേരളത്തിൽ ഞാൻ കളഞ്ഞു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥ